ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പെയർ കൊണ്ടുള്ള ജാമാണ്. അപ്പം ഇത് നമ്മുടെ പെയർ ട്രീ ആണ്. ഇത് നിറച്ച് കായ ഉണ്ടായിരുന്നു ഈ വർഷം. നമ്മൾ 7 വർഷം മുന്നേ ഈ പെയർ ട്രീ വാങ്ങിച്ച് നട്ടതാണ്. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് കായ ഉണ്ടായി തുടങ്ങി. അപ്പം ഇത് കുറേ നമ്മൾ പിക്കിൾ ഇടും, കുറച്ച് നമ്മൾ ജാം ഉണ്ടാക്കും. അപ്പം ഈ വീഡിയോയിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഫ്ലവറൊക്കെ ഉണ്ടായ സമയത്ത് ഇത് നല്ല രസമായിരുന്നു. ഇതിൻ്റെ അകത്ത് ഒരു ഇല പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ നിറച്ച് പൂക്കളായിരുന്നു. അത് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു. അപ്പം കുറേയൊക്കെ പോയി, എങ്കിലും ഈ പ്രാവശ്യം ഒത്തിരി കായ ഉണ്ടായിരുന്നു. ഇല പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ കായ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ജാം ഉണ്ടാക്കി നിങ്ങളെ കൂടി ഇതൊന്ന് കാണിക്കാമെന്ന് കരുതി. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ജാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ 10-18 പെയർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 നേവൽ ഓറഞ്ച്, ഇതിൻ്റെ സിസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് ഈ നേവൽ ഓറഞ്ച് എടുത്തിരിക്കുന്നത്. പിന്നെ 4 ചെറിയ ഓറഞ്ച്, ഇത് ഓറഞ്ച് ജ്യൂസിന് വേണ്ടിയാണ്. ഫ്രഷ് ജ്യൂസാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ 2 ലെമണ് സിസ്റ്റിന് വേണ്ടിയും അതേപോലെ ജ്യൂസ് എടുക്കാനുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 3.5 കപ്പ് ഷുഗർ, പിന്നെ 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ. നമുക്ക് ഈ പെയറെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ പെയറെല്ലാം വാഷ് ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സീഡിനോട് ചേർന്നിരിക്കുന്ന ആ ഭാഗവും നല്ലതല്ല. കാരണം അതെടുക്കുമ്പോൾ നമുക്ക് ഈ ജാം ഉണ്ടാക്കുമ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ തരിതരിയായിട്ട് അതിൽ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇതിൻ്റെ ഫ്ലഷ് മാത്രമേ എടുക്കാവുള്ളൂ.
ഇനി നമുക്ക് ലെമൺ സിസ്റ്റ് റെഡിയാക്കാം. ഈ ലെമൺ സിസ്റ്റും അല്ലെ ഓറഞ്ചിൻ്റെ സിസ്റ്റും ഒക്കെ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിന്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ സിസ്റ്റും കൂടി റെഡിയാക്കി വെക്കാം. ഓറഞ്ചിൻ്റെ സിസ്റ്റ് എടുക്കാൻ ഏറ്റവും നല്ലത് നേവൽ ഓറഞ്ചാണ്. ചെറിയ ഓറഞ്ച് എടുത്താൽ നമുക്ക് അത്രയും സിസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നേവൽ ഓറഞ്ച് എടുക്കുന്നത്. ഇനി ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കാം. ഞാനിവിടെ ചെറിയ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല ജ്യൂസും അതുപോലെ മധുരവും ഉള്ളത് കൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. ഫ്രഷ് ജ്യൂസാണ് ഏറ്റവും നല്ലത്. ഇനി ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജ്യൂസ് ഉപയോഗിച്ചാലും മതി. അതുപോലെ തന്നെ നമ്മൾ ലെമൺ ജ്യൂസ് കൂടി റെഡിയാക്കി എടുക്കാം. ഈ ലെമൺ ജ്യൂസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് 1-2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിത് ലോങ് ടൈം നമ്മൾ കീപ്പ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ബാക്ടീരിയ ഒന്നും ഗ്രോ ചെയ്യാതിരിക്കാനും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് നല്ല അടി കുഴിഞ്ഞ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പെയറെല്ലാം ആഡ് ചെയ്യാം. ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസും അതേപോലെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഓറഞ്ച് സിസ്റ്റ്, ലെമൺ സിസ്റ്റ് ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ച് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഷുഗർ ചേർക്കുമ്പം ഇതിൻ്റെ അകത്തുനിന്ന് വീണ്ടും വെള്ളം ഇറങ്ങും. അപ്പം വീണ്ടും നമ്മളിത് കുക്ക് ചെയ്ത് ഇതിൽ നിന്ന് ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റുന്നോടം വരെ നന്നായിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് നമുക്ക് സിനമൺ പൗഡർ ആഡ് ചെയ്യാം. ഇനി ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിനുള്ള രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് വീണ്ടും ഇത് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ചും കൂടി ഒന്ന് തിക്കാവുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല തിക്കായിട്ടുണ്ട്. നമ്മളിത് ചൂടോടുകൂടി തന്നെയാണ് ജാറിലോട്ട് ഒഴിക്കുന്നത്. ഞാൻ ജാറെല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ജാറ് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി അതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് ഓവനിൽ വെച്ച് വീണ്ടും ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ജാറിലോട്ട് ഒഴിക്കുന്നത്. ജാറ് നല്ല ടൈറ്റായിട്ട് മുറുക്കി അടച്ചതിന് ശേഷം നമ്മൾ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇത് വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് സീൽ ചെയ്യും. എന്നിട്ട് പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നേരെ വെക്കാവുള്ളൂ. അങ്ങനെ നമ്മുടെ ജാമെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതല്പം ബ്രെഡിൽ വെച്ചൊന്ന് കഴിച്ചു നോക്കാം. പെയറിൻ്റെ ഈ ജാമ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.
ഇനി നമ്മൾ ഈ പെയർ കൊണ്ട് കുറച്ച് പിക്കിളാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പിക്കിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് 4 പെയറാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള വിനിഗർ, ഒരു 3 to 4 ടീസ്പൂൺ വിനിഗർ, പിന്നെ ഉപ്പ്, പിന്നെ കാശ്മീരി മുളക് പൊടി 3 ടീസ്പൂൺ, 3 to 4 ടീസ്പൂൺ ഓയിൽ, ഉലുവ പൊടിച്ചത് 1 ടീസ്പൂൺ, എരിയുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള കായം, പിന്നെ കുറച്ച് കടുക്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പെയറിൻ്റെ പീസിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഉലുവ പൊടിയും കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 3-4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ നേരത്തെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എരിയുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടിനി നമ്മുടെ പെയർ ആഡ് ചെയ്യാം. എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ് ചേർക്കാവുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന വിനാഗിരി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഉപ്പെല്ലാം പരുവത്തിനാണോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ജാറിലോട്ട് മാറ്റാവുന്നതാണ്. ജാറ് ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിൽ കഴുകിയെല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പിക്കിളിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ ഈ ജാറിലോട്ട് പിക്കിളിട്ട് വയ്ക്കാവുള്ളൂ. അങ്ങനെ നമ്മുടെ പെയർ കൊണ്ടുള്ള ജാമും പിക്കിളും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആരുടെയെങ്കിലും വീട്ടിൽ പെയറൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ഈ പെയർ കൊണ്ടുള്ള ജാമ് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. അത് കണക്ക് പിക്കിളാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.